നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ ആനുകൂല്യം 20ാമത്തെ ഗഡു നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നത്. ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക ലഭ്യമായിട്ടുള്ളത്. ഇനിയും നമുക്ക് തുടർന്നും ധനസഹായം ലഭിക്കുന്നതാണ്. 21ാമത്തെ ഗഡു, 22ാമത്തെ എന്നിങ്ങനെ ഓരോ ഗഡുക്കളും ലഭിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ 40,000-ഓളം രൂപ നമുക്ക് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഈ പദ്ധതി ഇനിയും തുടരുന്ന സാഹചര്യത്തിൽ കർഷകരോട് പറഞ്ഞിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിച്ചവർക്കാണ് കഴിഞ്ഞ ഗഡുക്കളൊക്കെ തന്നെ ലഭിച്ചിട്ടുള്ളത്. ഇനി അതിൽ ചിലരൊക്കെ കർഷക ID, അതായത് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രി എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശ പ്രകാരമുള്ള രജിസ്ട്രിയിൽ പേര് ചേർത്ത് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതിന് ഇളവുകൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതിപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഒരുപാട് കർഷകർക്ക് ഇപ്പോൾ അത് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. മുൻപ് കൃഷിഭവൻ വഴി മാത്രമായിരുന്നു ഇത് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ ആകട്ടെ കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും എല്ലാം തന്നെ ഇത് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ അത് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്കിൽ കൂടിയും കർഷകർക്ക് 21ാമത്തെ ഗഡു മുതൽ തുക വിതരണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് മാറ്റങ്ങൾ കൂടി വരുന്നുണ്ട്. അത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനമായിട്ട് ID കാർഡുകളാണ്. കർഷക രജിസ്ട്രിയിൽ പേര് ചേർത്ത കർഷകർക്ക് ID കാർഡുകൾ ഇതുമായി ബന്ധപ്പെട്ട് വിതരണം ചെയ്യുമെന്നുള്ള സൂചന ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല നവംബർ മാസം 1-ാം തീയതി മുതൽ പ്രോപ്പർട്ടി കാർഡ് നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ആരംഭിക്കുകയുമാണ്. സംസ്ഥാന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ നടത്തപ്പെടുന്ന കൃത്യമായിട്ടുള്ള ഡിജിറ്റൽ റീസർവേ നടപടികൾ പൂർത്തിയായ വില്ലേജുകളിലെ സ്ഥലം ഉടമകൾക്കായിരിക്കും ആദ്യഘട്ടത്തിൽ ഈ ഒരു പ്രോപ്പർട്ടി കാർഡിൻ്റെ വിതരണം ഉണ്ടാവുക. നമ്മുടെ കൃഷിഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും, അതായത് നമ്മുടെ സ്ഥലത്തിൻ്റെ കരമടച്ച രസീതിൽ എന്തൊക്കെ കാര്യങ്ങളാണോ കാണാനായിട്ട് സാധിക്കുന്നത്, ഇവയെല്ലാം തന്നെ ഇതിലെ ഈ QR-ൽ കൃത്യമായിട്ട് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഒരു 10 അക്ക നമ്പർ ആയിരിക്കും ഇതിൽ ഉണ്ടാവുക. ഈ നമ്പർ കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ കൃഷിസ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സംവിധാനം പ്രവർത്തിക്കുന്നത്. ATM കാർഡ് രൂപത്തിലുള്ള ഒരു ഡിജിറ്റൽ കാർഡാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത്തരത്തിൽ റവന്യൂ ഡിജിറ്റൽ കാർഡ് നമ്മുടെ കൈവശം എത്തുന്നതോടുകൂടി പിന്നീട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക്, പ്രധാനമായിട്ടും കാർഷിക വായ്പകളൊക്കെ എടുക്കാനോ, ഇതല്ല എങ്കിൽ നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റിന്, അതുപോലെ തന്നെ ലൊക്കേഷൻ, ബാധ്യതാ സർട്ടിഫിക്കറ്റ്, കൈവശാവകാശ രേഖകൾ തുടങ്ങിയവയ്ക്കൊക്കെ തന്നെ വേണ്ടിയൊക്കെ ഉള്ള അപേക്ഷകൾക്ക്, അത്തരം അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് ഇനി നമ്മളിത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ കാർഡ് മുഖാന്തരം ഓൺലൈൻ വഴി അപേക്ഷ വയ്ക്കുന്ന രീതിയിലേക്കാണ് സംവിധാനങ്ങൾ മാറ്റപ്പെടുകയും ചെയ്യുക. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ആ രീതിയിലായിരിക്കില്ല എങ്കിൽ പോലും പതിയെ അതായത് 2026-27 ഒക്കെ ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ട് ഈ ഒരു സംവിധാനത്തിന് കീഴിലേക്ക് ഇത് മാറ്റപ്പെടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരാനിടയുള്ളതിനാൽ തന്നെ എല്ലാ കർഷകരും നിർബന്ധമായിട്ടും ഇത് എടുത്തിരിക്കണം. ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ മേഖലകളിലായിരിക്കും ആദ്യഘട്ടത്തിൽ ഇത് വിതരണം ചെയ്യും. നിലവിലിത് സൗജന്യമായിട്ടാണോ വിതരണം ചെയ്യുന്നത് എന്ന കാര്യത്തിലൊന്നും തന്നെ ഇതുവരെ അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. നവംബർ 1-ാം തീയതി കേരളപ്പിറവി ദിനത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന അറിയിപ്പ്. അപ്പോൾ കർഷകർക്ക് 2 രീതിയിലാണ് കാർഡുകൾ ലഭിക്കുന്നത്. കിസാൻ സമ്മാൻ നിധി അല്ലെങ്കിൽ കർഷക രജിസ്ട്രി എല്ലാം പൂർത്തിയാക്കിയ കർഷകർക്ക് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രത്യേക കാർഡ് കൂടി നൽകുമെന്ന അറിയിപ്പും ഇതിനോടൊപ്പം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള അറിയിപ്പുകളൊന്നും തന്നെ നിലവിലിപ്പോൾ ലഭ്യമായിട്ടില്ല. എന്നാൽ തന്നെയും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഈ പ്രോപ്പർട്ടി കാർഡാണ്. അത് നവംബർ മാസം 1-ാം തീയതി മുതലായിരിക്കും ഇതിൻ്റെ വിതരണം ആരംഭിക്കുകയും ചെയ്യുക. അപ്പോൾ വിതരണം ആരംഭിക്കുന്ന മുറയ്ക്ക് ഒരുപക്ഷെ ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഒരു സംവിധാനമായിരിക്കില്ല ക്രമീകരിക്കുക. മറിച്ച് ഒരുപക്ഷെ ഓരോ വില്ലേജ് അടിസ്ഥാനത്തിലും കൃത്യമായി വിതരണം ചെയ്യുന്ന രീതിയായിരിക്കാം. അതിനാൽ തന്നെ വില്ലേജ് ഓഫീസുകളിൽ പോയി വാങ്ങുന്ന രീതിയോ, ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നുകൊണ്ട് വാങ്ങുന്ന രീതിയോ, അതല്ലെങ്കിൽ കർഷകർക്ക് ഒരു അറിയിപ്പോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഫോണിലേക്ക് SMS മുഖാന്തരമൊക്കെ തന്നെ ലഭിക്കുകയും പിന്നീട് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി ഇത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്തെടുക്കുന്ന രീതിയൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നേക്കാം. എന്തായാലും ഇതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ലഭ്യമാകുന്നതാണ്. വന്നാൽ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ അറിയിപ്പ് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടുകൂടി കാണുക. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.